താമരശ്ശേരി അമ്പായത്തോട് പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രവും അതുമായി ബന്ധപ്പെട്ട ജനകീയ പ്രതിഷേധങ്ങളും 6 വർഷത്തോളമായി തുടരുകയാണ്. 3 പഞ്ചായത്തുകളിലെ സാധാരണക്കാരായ ജനങ്ങളാണ് സമരത്തിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ഇത് മാറുകയാണ്. കൊല്ലായത് സഹിക്കുന്നത്. എൻ്റെ ഒരു മോളുണ്ടായും അതും ഈ മണം സഹിച്ചു കഴിഞ്ഞിട്ട് കുറെ ശ്വാസം മുട്ടിയാ മരിച്ചത്. കട്ടിപ്പാറ പഞ്ചായത്തിലാണ് ഫ്രഷ് കട്ട് സ്ഥിതി ചെയ്യുന്നതെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കോടഞ്ചേരി, താമരശ്ശേരി, ഓമശ്ശേരി പഞ്ചായത്തുകളിലുള്ളവരാണ്. ഈ 3 പഞ്ചായത്തുകളിലെ വാർഡുകളിലും ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഫ്രഷ് കട്ട് സമരം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ആരാണ് അവർക്കൊപ്പം നിൽക്കുന്നത് എന്നുള്ളതും ആരാണ് ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എന്നുള്ളതും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിത് മനസ്സിലാക്കുകയും അതിനെ വിലയിരുത്തുകയും അതിനനുകൂലമായിട്ടുള്ളൊരു വിധി അവരെഴുതുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇരകളുടെ കൂടെ നിൽക്കുകയും വേട്ടക്കാരുടെ കൂടെ ഓടുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കൊക്കെ മനസ്സിലായതാണ്. വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇങ്ങനെയാണ് വോട്ട് തരൂല, അത് തന്നെ, വേറെ ഒന്നുമില്ല. വോട്ട് ചെയ്യാൻ ആരും വരൂല. ഞങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിന് ബഹിഷ്കരിക്കും, എന്തായാലും വോട്ട് ബഹിഷ്കരിക്കും. നമുക്ക് മണ്ട് നിൽക്കും, അല്ലെ ഞങ്ങൾ നിൽക്കൂല. നമുക്കൊരു അനുകൂല്യം ചെയ്യാണ്ട് പിന്നെ നമ്മൾ ആർക്കോ വോട്ട് ചെയ്യും. താമരശ്ശേരി, ഓമശ്ശേരി, കട്ടിപ്പാറ, കോടഞ്ചേരി പഞ്ചായത്തുകൾ ഭരിക്കുന്നത് UDF ആണ്. 6 വർഷമായിട്ടും ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ഭരണസമിതിക്കായിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾ തുടക്കം മുതൽ സമരക്കാർക്കൊപ്പമായിരുന്നെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM നിലപാടുകൾക്കെതിരായ വിധിയെഴുത്തായിരിക്കുമെന്നാണ് UDF പറയുന്നത്. CPM ജില്ലാ കമ്മിറ്റി ഇത് സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് പറഞ്ഞ് തള്ളിയതാണ്. അവരെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും ആ CPM ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തെ തള്ളിപ്പറയുക. അവരുടെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ഇത് അവരുടെ കപ്പാസിറ്റി അപ്പുറത്തുള്ള ജില്ലയിൽ മറ്റൊന്ന് വരാൻ അവർ സമ്മതിക്കുന്നില്ല, അല്ലെ ഭരണകൂടം സമ്മതിക്കുന്നില്ല, ഭരണകൂടം അതിന് തയ്യാറാവുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ പ്രയാസം. ഫ്രഷ് കട്ട് വിഷയത്തിന്റെ മറവിൽ പഞ്ചായത്തുകളിലെ ഭരണപരാജയം മറച്ചുവെക്കാനുള്ള UDFന്റെ ശ്രമം വിലപ്പോവില്ലെന്നാണ് CPMന്റെ പക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫ്രഷ് കട്ട് സമരം ആരും ചർച്ചയാക്കില്ല. എന്നാൽ നേതാക്കളുടെ സമരത്തെ തള്ളിയുള്ള പ്രതികരണവും പോലീസിന്റെ നടപടികളും നിലനിൽക്കെ ഈ തെരഞ്ഞെടുപ്പ് CPMന് അത്ര എളുപ്പമാകില്ല. കോടതിയുടെ പൊട്ടേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത്. കോടതി അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് അന്ന് അവിടെ ആക്ട് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള വിഷയം ഉണ്ടായതെന്നും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ബോധപൂർവം ഈ ഒരു സമരത്തിന്, ജനങ്ങൾ ഒന്നായി നിൽക്കുന്ന സമരത്തിന്, ഏത് രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് നിൽക്കുന്ന സമരത്തിന്, ആ സമരത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഈ അനിഷ്ട സംഭവത്തെ സർക്കാർ വിരുദ്ധമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തുന്നത്. അത് അവരുടെ ഒരു രാഷ്ട്രീയഭേദമായ പ്രവർത്തനം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കണ്ടതില്ല എന്ന് തോന്നുന്നു. താമരശ്ശേരി, ഓമശ്ശേരി, കോടഞ്ചേരി പഞ്ചായത്തുകളിലെ സാധാരണക്കാരുടെ വോട്ടുകൾ ഇത്തവണ രാഷ്ട്രീയം നോക്കിയല്ല, അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന, ആവശ്യങ്ങളെ പരിഗണിക്കുന്നവർക്ക് വേണ്ടി അവർ വോട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ബഹിഷ്കരിക്കും. ഷബീർ കല്ലീലിനൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.